ഇവിടെ ഏകഛത്രാധിപതികൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനെ റബ്ബിനെ വെല്ലുവിളിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അന റബ്ബുക്കുമുൽ അഅ്ല എന്ന് പറഞ്ഞ ഫറോവ ചക്രവർത്തി, ആ ചക്രവർത്തി മരണപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? ഹിറ്റ്ലർ മരിച്ചിട്ടുണ്ട്. മരിക്കൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മൊസോളിനി മരിച്ചിട്ടുണ്ട്. ഹാമാൻ, കാറൂൻ, ആസർ എല്ലാവരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരും ഈ ഭൂമിക്ക് താഴെയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ സ്വേച്ഛാധിപതികളാണ്. എല്ലാവരും മരിക്കും. അതാ അള്ളാഹ് പറഞ്ഞത് എന്ത്? എന്നെ ധിക്കരിച്ച് നിങ്ങൾ പോയാൽ നിങ്ങൾക്കൊരു പ്രത്യേക സമയം വരെ പോകാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങൾ മരിക്കും. മരിച്ചാൽ അതിനോട് തീരുമോ? ഇതിനുശേഷം നിങ്ങൾ മരണപ്പെടുക തന്നെ ചെയ്യും. ആ ആയത്ത് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പുന്നിയോർക്കുളത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു പള്ളിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. ഞാനിവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ നീതിയും നിയമവും നോക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരായത്തുണ്ട്, ثم إنكم يوم القيامة تبعثون. നിങ്ങൾ മരണപ്പെട്ടതിന് ശേഷം ഖിയാമത്ത് നാളിൽ രണ്ടാമത് നിങ്ങൾ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അതാ പ്രശ്നം. രണ്ടാമത് മനുഷ്യൻ വരുന്നു. അവിടെ വരുന്നു മാത്രല്ല, അവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചെയ്ത എല്ലാ പ്രവർത്തനത്തിനും ശരിയായ പ്രതിഫലം കിട്ടുക. നന്മയാണെങ്കിൽ ഉചിതമായ പ്രതിഫലം, തിന്മയാണെങ്കിൽ അനുചിതമായ ശിക്ഷ. അത് ഈ ലോകത്ത് നിന്ന് ആർക്കും കൊടുക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല.